കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുന്നതിലും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിലും കിഫ്ബി പദ്ധതിക്ക് സുപ്രധാന പങ്കെന്ന് മന്ത്രി പി രാജീവ്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയെ ആധുനികവൽക്കരിക്കാനും ഒരു മേഖലയുടെ ജനജീവിതം മെച്ചപ്പെടുത്താനും കിഫ്ബിയുടെ പിന്തുണ വിലമതിക്കാനാവാത്തതാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതികൾക്ക് പ്രധാനമായിട്ടും പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന സംവിധാനമാണ് ഇന്ന് കിഫ്ബി. കളമശ്ശേരി മണ്ഡലത്തെ സംബന്ധിച്ച് മാത്രമല്ല, മധ്യ കേരളത്തിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വപ്ന പദ്ധതികളിലൊന്നായിരുന്നു കൊച്ചി ക്യാൻസർ സെന്റർ. കേവലം ഒരു ക്യാൻസർ സെന്റർ എന്നതിനപ്പുറത്തേക്ക് ഒരു ഗവേഷണ കേന്ദ്രം എന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് ഇങ്ങനെ ഒന്ന് എന്ന ആവശ്യം നേരത്തെ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരൊക്കെ ഉള്ള സന്ദർഭത്തിൽ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഞങ്ങൾ എല്ലാവരും ചേർന്ന് മുന്നോട്ട് വെച്ചത്. UDF ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ പ്രഖ്യാപനം നടത്തിയെന്നല്ലാതെ ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോയിരുന്നില്ല. പിന്നീട് 2016 വന്ന ഗവൺമെന്റിന്റെ സന്ദർഭത്തിലാണ് കിഫ്ബി പദ്ധതിയുടെ ഭാഗമായി കൊച്ചി ക്യാൻസർ സെന്റർ ആ പദ്ധതി അതിന്റെ ഭാഗമായി ഉൾപ്പെടുത്തുന്നത്. ഇപ്പോൾ ഏകദേശം ഉദ്ഘാടനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ വാർഷികത്തിന്റെ ഭാഗമായി തന്നെ ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി മധ്യ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആധുനിക സൗകര്യങ്ങളുള്ള ഒരു ക്യാൻസർ സെന്ററായി കൊച്ചി ക്യാൻസർ സെന്റർ മാറും. അതേപോലെ തന്നെയാണ് സഹകരണ മേഖലയിൽ നിന്ന് സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലേക്ക് ഏറ്റെടുത്ത കൊച്ചി മെഡിക്കൽ കോളേജ്. ഏറ്റെടുക്കലിന്റെ പ്രഖ്യാപനമല്ലാതെ ഒരു സൗകര്യങ്ങളും പിന്നീട് ആ സ്ഥാപനത്തിനുണ്ടായിരുന്നില്ല. കിഫ്ബിയാണ് ആ സ്ഥാപനത്തിന് പുതിയ ജീവൻ നൽകിയത്. ഇപ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഏകദേശം 290 കോടി രൂപയോളം ചെലവഴിച്ചുകൊണ്ടുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് അതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ആധുനിക ഉപകരണങ്ങൾ, ചികിത്സാ ഉപകരണങ്ങൾ ഇപ്പോൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി പൊതുമേഖലയിലെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു ചികിത്സാ സംവിധാനം കൂടി മധ്യ കേരളത്തിന്, പ്രത്യേകിച്ചും എറണാകുളം ജില്ല സ്വകാര്യ ആശുപത്രികളുടെ കേന്ദ്രമാണെങ്കിൽ അവിടെ ഇത്തരമൊരു സൗകര്യം കൂടി ലഭ്യമാവുകയാണ്. പിന്നെ വിദ്യാഭ്യാസ മേഖല എടുക്കുകയാണെങ്കിൽ കൊച്ചി സർവകലാശാലയിൽ 300 കോടി രൂപയോളമാണ് കിഫ്ബിയുടെ നിരവധി പദ്ധതികൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. അത് അത്യാധുനിക സൗകര്യങ്ങളുള്ള ലാബ് സംവിധാനം ഉൾപ്പെടെയുള്ളത്, വിദ്യാർത്ഥിനികൾക്കുള്ള ഇന്റർനാഷണൽ ഹോസ്റ്റൽ സംവിധാനം, സെന്റർ ഓഫ് എക്സലൻസ് എന്ന നിലയിൽ ന്യൂറോസിറ്റിക് സംവിധാനത്തിനകത്ത്, ന്യൂറോളജി സംവിധാനത്തിനകത്തുള്ള സെന്റർ ഓഫ് എക്സലൻസ്, ഇതിനെല്ലാം കൂടി 300 കോടി രൂപയോളം ഒരു ക്യാമ്പസിന് വേണ്ടി ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത അത്രയും അധികം വകയിരുത്തലാണ് കിഫ്ബി വഴി ഇപ്പോൾ സാധ്യമായിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് കുന്നുകര, കരുമാലൂർ പഞ്ചായത്തുകളിലെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊന്നായിരുന്നു കുടിവെള്ളം. ആ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി, ആ പദ്ധതിക്ക് വേണ്ടി 48 കോടി രൂപയോളം മാറ്റിവെച്ചു. അതിന് 2 ഭാഗങ്ങളിലെ ടെൻഡർ നടപടികൾക്ക് ഇപ്പോൾ പൂർത്തീകരണമായി. 3ാമത്തെ ടെൻഡർ കൂടി അംഗീകരിക്കുന്നതോടെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങാൻ കഴിയും. വലിയ മാറ്റം അതുണ്ടാക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ സ്കൂളുകൾക്ക് 5 കോടി, 3 കോടി, 1 കോടി രൂപ വെച്ച് നൽകിയിട്ടുള്ള പദ്ധതികൾ മണ്ഡലത്തിന് സ്കൂളുകളുടെ നിലവാരം ഉയർത്തുന്നതിന് ഏറെ സഹായകരമായിട്ടുണ്ട്. കളമശ്ശേരിയുടെ മാത്രമല്ല, കളമശ്ശേരിയോട് ചേർന്ന് കിടക്കുന്ന മണ്ഡലങ്ങൾക്ക് കൂടി സഹായകരമാകുന്ന കനാൽ റിജുവിനേഷൻ പദ്ധതി, അതിൽ എടപ്പള്ളി കനാലിന്റെ പ്രധാനപ്പെട്ട റിജുവിനേഷന്റെ പദ്ധതിയുടെ ഭാഗമായി DPR തയ്യാറാക്കപ്പെട്ട് കഴിഞ്ഞു. മറ്റ് നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ കിഫ്ബി ഒരു മേഖലയിലെ ജനജീവിതത്തെ ഏറ്റവും മെച്ചപ്പെട്ട രൂപത്തിലേക്ക് മാറ്റുമെന്ന് സഹായകരമാകുന്നു. പശ്ചാത്തല സൗകര്യ വികസനത്തിന് അത് ഉൾപ്പെടുന്നു. അതേപോലെ തന്നെയാണ് ഏറെക്കാലം കാത്തുകിടന്നിരുന്ന പദ്ധതിയാണ് സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ വികസനം. സീപോർട്ട് എയർപോർട്ട് റോഡ് എന്നുള്ളത് കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡായി തന്നെയാണ് പരിഗണിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ 1/4 നൂറ്റാണ്ടോളമായി അത് സ്തംഭനാവസ്ഥയിലായിരുന്നു. ഇപ്പോൾ കുരുക്കുകളാകെ അടിച്ച് സ്ഥലം ഏറ്റെടുക്കലിന് വേണ്ടി കിഫ്ബി പണം അനുവദിച്ചു കഴിഞ്ഞു. HMT NAD തർക്കങ്ങൾ കൂടി പൂർത്തീകരിച്ച് ആ സ്ഥലവും ഏറ്റെടുക്കുകയാണ്. അപ്പോൾ സീപോർട്ട് എയർപോർട്ട് റോഡ് പൂർത്തീകരിക്കുന്നതിനും കിഫ്ബിയുടെ പിന്തുണ വിലമതിക്കാനാവാത്തതാണ്. നാടിന്റെ മുഖച്ഛായ മാറ്റുന്നതിൽ, ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിൽ, ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ഏറ്റവും മെച്ചപ്പെട്ട ഒരു ഇടപെടലാണ് ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്.